ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 12-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡനങ്ങളേൽക്കാൻ പോകുന്നു. ഈശോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഏലിയ പ്രവാചകൻ ദൈവിക പദ്ധതികളൊക്കെ ഇവരുടെ ഇടയിലേക്ക് സമയാസമയങ്ങളിൽ നടന്നു. പക്ഷേ അത് തിരിച്ചറിയുവാനായിട്ട് ദൈവജനത്തിന് സാധിച്ചില്ല. അവർക്ക് തോന്നിയതെല്ലാം അവരെ പ്രവാചകന്മാരോട് ചെയ്തു. എന്നിട്ട് ഈശോ തന്നെയും അങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, മനുഷ്യപുത്രൻ്റെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. എന്നെ തിരിച്ചറിയുവാനും ഈ ജനത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ദൈവം കൺമുൻപിൽ വന്നിട്ടും ദൈവത്തെ തിരിച്ചറിയാനാവാത്ത, ദൈവത്തിൻ്റെ സ്വന്തമെന്ന് വിളിക്കപ്പെടുന്ന ജനത. അതിശയോക്തി വേണ്ട. ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും കൂടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ്. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുന്ന ക്രിസ്തുവിനെയും ക്രിസ്താനുഭവങ്ങളെയും നീ വിലയോടുകൂടി സ്വീകരിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ? ഈ ഒരു ദിവസം മുഴുവൻ ആ ഒരു ചോദ്യം ധ്യാനമായിട്ട് നിന്നിൽ നിലനിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക രഹസ്യങ്ങൾക്ക് വില നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ സർവ്വവിധ നന്മകൾ കൊണ്ടും നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു